ലാലിനെ ഞെട്ടിച്ചുകൊണ്ട് അലീനയെ ചേർത്ത് പിടിച്ച് നമ്മുടെ എൽസമ്മ. പ്രേക്ഷകർ കാണാൻ പോകുന്നത് നല്ല എപ്പിസോഡുകളാണ്, നല്ല മുഹൂർത്തങ്ങളാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് എൽസമ്മയെ കുത്തിപ്പൊക്കിക്കൊണ്ട് ചൂട് പിടിപ്പിച്ചുകൊണ്ട് അലീനയെ തുരത്താനായിട്ട് റീത്ത ഇറക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയാണ് റീത്തയ്ക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടുന്നത് എന്ന് കാണാൻ സാധിക്കും. റീത്ത വിചാരിക്കുന്നില്ല സ്റ്റാലിനും എൽസമ്മയും കണ്ടുമുട്ടിയാൽ തൻ്റെ ചതികൾ, തൻ്റെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുമെന്ന്. എങ്ങനെയെങ്കിലും പണം കൈക്കലാക്കണമെന്നുള്ള ആർത്തിയിൽ തൻ്റെ നിലനിൽപ്പ് മറന്നുകൊണ്ട് റീത്ത തനിക്ക് തന്നെ കുഴിവെട്ടുന്നൊരു കാഴ്ചയാണ് നമുക്കിനി കാണാനായിട്ട് കഴിയുക. ചൂട് പിടിപ്പിച്ച് റീത്തയാണെങ്കിൽ എൽസമ്മയെ സ്റ്റാലിന് മുൻപിലേക്ക് വിടുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ സ്റ്റാലിൻ എൽസമ്മയെ കണ്ടതും ഞെട്ടി നിൽക്കുകയാണ്. ഇവളിനി എന്ത് പൊല്ലാപ്പാണാവോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ. ഇതേ സമയം സ്റ്റാലി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഞാൻ എന്ത് ചെയ്തെന്ന എൽസമ്മ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്കൊരു മകളുണ്ടെന്നും ആ മകളെ നിങ്ങൾ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ താൻ അറിഞ്ഞല്ലോ. അത് തെറ്റായിട്ട് സ്റ്റാലിക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. അതെങ്ങനെയാണ് എൽസമ്മ തെറ്റാവുന്നത്? എൻ്റെ മകളെ ഞാൻ ഇവിടെയല്ലാതെ പിന്നെ എവിടെ കൊണ്ട് നിർത്താനാണ് എന്ന് ചോദിക്കുന്നു. അല്ല സ്റ്റാലി, നിങ്ങൾക്ക് എന്നോട് ഒരു പ്രാവശ്യമെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം ഞാൻ നിന്നോട് ചോദിക്കാനായിട്ട് എവിടേക്ക് വരണം? സാധാരണ എൻ്റെ ഭാര്യ എൻ്റെ കൂടെയല്ലേ താമസിക്കേണ്ടത്, അല്ലാതെ അവളുടെ ചേച്ചി പറയുന്നതനുസരിച്ച് തുള്ളുകയല്ലല്ലോ വേണ്ടത്. ഈ റീത്താമ്മ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് കേട്ട് നീ എന്തൊക്കെയാണ് ചെയ്തത് എൽസമ്മ എന്ന് ചോദിക്കുന്നു. നീ എൻ്റെ മക്കളെ എന്നിൽ നിന്നകറ്റി, നീ എന്നിൽ നിന്നകന്നു, പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. സ്റ്റാലി, ഒരു തവണ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്നോട് ഒരു അനുവാദം എന്ന രീതിയിൽ ചോദിക്കാമായിരുന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ ഇടയ്ക്കൊന്ന് വിളിച്ച് സംസാരിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? നീ ആ റീത്ത പറയുന്നത് കേൾക്കാനല്ലേ നേരം ഉണ്ടായിരുന്നുള്ളൂ. നീ എന്നെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുണ്ടോ ഇത്രയും വർഷങ്ങൾക്കിടയിൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എൽസമ്മ തൻ്റെ ഭാഗത്ത് വീഴ്ചകളുണ്ട് എന്ന് കരുതി താൻ പൂർണ്ണമായും തെറ്റുകാരിയാണെന്ന് പറയാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ എൻ്റെ എൽസമ്മേ, ഞാൻ നിന്നോട് ചോദിച്ചേനെ, നീ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ. നീ എൻ്റെ കൂടെ അല്ലാത്തതിനാലാണ് ചോദിക്കാതിരുന്നത്. അതിൽ നീ സങ്കടപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് എനിക്ക് ആഗ്രയിൽ വെച്ച് ഒരു പ്രണയമുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചതാണ്. കൂടാതെ തന്നെയാണെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പദ്ധതിയും ഇട്ടതാണ്. പക്ഷേ ചില വ്യക്തിപരമായ കാരണങ്ങളാൽ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് വേർപിരിയേണ്ടി വന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. സ്റ്റാലി, നിങ്ങൾ ഇതുവരെ എന്നോട് ഈ കഥ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതിന് നീ എന്നെങ്കിലും എൻ്റെ മനസ്സിലുള്ളത് കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ, അതിനൊന്ന് ശ്രദ്ധ പുലർത്താൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം എൽസമ്മയ്ക്ക് ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. കൂടാതെ ആ 23 വർഷക്കാലങ്ങൾക്ക് ഇപ്പുറം ആ ബന്ധത്തിലുള്ള മകൾ ഉണ്ട് എന്ന്
അറിഞ്ഞപ്പോൾ എനിക്കവളെ തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. അതിന് പ്രധാന കാരണം അവളൊരു അനാഥാലയത്തിലാണ് വളർന്നത് എന്നാണ്. ഈ സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ, ഈ സ്റ്റാൻലി ജോസഫിൻ്റെ ചോര ഒരു അനാഥാലയത്തിൽ വളരുക എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ബുദ്ധിമുട്ടേറിയതാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു. ഈ ഒരു അപ്പൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു മനസ്സിനെ വേദനിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നെന്നും കേൾവിയായിരുന്നെന്നും തുടർന്ന് അവളെ എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് കൊണ്ടുവരികയായിരുന്നെന്നും പറയുന്നു. അത് കേട്ടതും ഞാൻ അവളെ വേഗം തന്നെ തൻ്റെ കൂടെ നിർത്താനായിട്ട് ആഗ്രഹിച്ചു എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം തൻ്റെ മകൾ ഒരു അനാഥയെപ്പോലെ ജീവിക്കേണ്ടവളല്ല എന്ന് തനിക്ക് മനസ്സിലായി. താനിവിടെ സുഖസൗകര്യങ്ങളോടെ ജീവിക്കുമ്പോൾ അവൾ ഒരു അനാഥയായി വീട്ടുജോലി ചെയ്ത് വേലക്കാരിയായൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം വലിയ പരാജയമാണ്. അതുകൊണ്ട് തന്നെയാണ് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതും എൻ്റെ കൂടെ നിർത്തിയതും എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തെറ്റായിപ്പോയി എന്നറിയാം, പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ എൽസമ്മേ, നിനക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ, ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നീ യുദ്ധം ഒഴിവാക്കണമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എന്നിട്ട് എവിടെ നിങ്ങളുടെ മോള് എന്ന് ചോദിക്കുന്നത് കാണാം. അപ്പോഴേക്കും അലീന അവിടേക്ക് വരുന്നുണ്ട് എന്നും കാണാൻ കഴിയുന്നുണ്ട്. അലീനയെ കണ്ടതും അലീനയോട് കാര്യങ്ങൾ ചോദിക്കുന്നു. നീ എൻ്റെ ജീവിതവും ജീവനും എടുക്കാൻ വന്നവളാണല്ലേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അലീന പറയുന്നുണ്ട്, സത്യത്തിൽ തനിക്ക് അത്തരം ഉദ്ദേശമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് കാണാം. ആൻറ്റി പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ അലീനയെ ചേർത്ത് നിർത്തുകയാണ്. സ്റ്റാൻലിയാണെങ്കിൽ ഇവളത് എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്ന് ചിന്തിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോഴാണ് സ്റ്റാൻലിയോട് ഇവളിവിടെ നിന്നോട്ടെ, നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ, നിങ്ങളെ നേർവഴിക്ക് നടത്താൻ ഇവളിവിടെ നിൽക്കേണ്ടത് അനിവാര്യമാണ്. ആരുടെ മുൻപിലും പരാജയപ്പെടാത്ത നിങ്ങൾ ഇവളുടെ മുമ്പിൽ മുട്ടുകുത്തിയില്ലേ, ആദ്യമായി വിട്ടുകൊടുത്തില്ലേ, അതുകൊണ്ട് തന്നെ ഇവള് നിങ്ങളെ ശരിയാക്കി എടുത്തുകൊള്ളും. ആ ഒരൊറ്റ കാരണത്താലും, ഇവളെ എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണത്താലും ഞാൻ ഇവളെ ഇവിടെ നിർത്താനായിട്ട് അനുവദിക്കുകയാണ് എന്ന് എൽസമ്മ സ്റ്റാലിനെ അറിയിക്കുമ്പോൾ സന്തോഷത്തോടെ സ്റ്റാലിൻ സബ്സ്ക്രൈബ്